ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പിന്റെ ബർത്ത് വ്ലോഗ് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ പോയി കാണുക. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പിന്റെ 28-ന് അവളെ നൂല് കെട്ട്, അതുപോലെ തന്നെ ഒന്നും നമ്മൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 28 അറിയാലോ എന്തോ സിറ്റുവേഷൻ. സോ പക്ഷെ അവളുടെ ഒരു ചടങ്ങുകളും ഞങ്ങൾ അങ്ങനെ മാറ്റി വെച്ചിട്ടില്ല. കാരണം ആ ഒരു റീസൺ കൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടരുതെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചടങ്ങുകളൊന്നും ഞങ്ങൾ അങ്ങനെ മാറ്റിച്ചില്ല. ചടങ്ങുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ വളരെ ലഘുവായിട്ട് നടത്തിയിട്ടുള്ളൂ. വീട്ടിലുള്ളവർ മാത്രമായിട്ട് നടത്തിയതാണ്. അപ്പം 28-ന് ആ നൂല് കെട്ടുന്ന സമയത്ത് അങ്ങനെ വീഡിയോസ് ഒന്നുമില്ല, എന്തോ ഫോട്ടോസ് എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ അതും പിന്നെ അതുപോലെ തന്നെ 56-നാണ് എന്നെ ഇങ്ങോട്ട് വൈശാട്ടിന്റെ വീട്ടിലേക്ക് അവിടെ നിന്ന് കൂട്ടിയിട്ട് വന്നത്. കാരണം 90-ന് കൂട്ടിയിട്ട് വരില്ല ഞങ്ങൾക്ക് ശരിക്കും. പക്ഷെ 90-ന് ആകുമ്പോഴത്തേക്കും കട്ടേനെ കല്യാണം കഴിഞ്ഞു പോകും. കട്ടേനെ കല്യാണം അപ്പോഴത്തേക്കും ഫിക്സ് ചെയ്താണല്ലോ. അതുകൊണ്ട് 56-ന് തന്നെ ഞങ്ങളെ കൂട്ടിയിട്ട് വന്നു. അല്ലേ അല്ലുട്ടാ? അല്ലുട്ടന് ഓർമ്മ ഉണ്ടോ? ഓ ഓക്കെ. അപ്പോൾ ആ വീഡിയോസ് ഒക്കെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ പോയി കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബർത്ത് വ്ലോഗ് കാണാത്തവർ പോയി കാണാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അല്ലേ? യെസ്. തുമ്പിമോളെ ചരട് കെട്ടലാണ് കേട്ടോ, നൂല് കെട്ടലാണ് 28-ന്. അപ്പം അവളെ ഒരുക്കി വളയൊക്കെ ഇട്ട് ഞങ്ങൾ തന്നെയേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. ഇപ്പം എൻ്റെ വീട്ടിലുള്ളവരും വൈശാട്ടിന് അച്ഛനും അമ്മയും വന്നു. പിന്നെ അച്ഛനും ഉണ്ട്, അമ്മമ്മയും അമ്മച്ചനും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടിയിട്ട് ചെറുതായിട്ട് അങ്ങ് കഴിച്ചു. വിളക്കും കത്തിച്ച് വെച്ച് അതിൻ്റെ മുമ്പിൽ നിന്ന് ചരട് കെട്ടിച്ചു. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് അല്ലുട്ടൻ്റെയും തുമ്പീൻ്റെയും ഒന്നും 28 തൊട്ടൊന്നും നന്നായി ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലുട്ടൻ്റെത് കൊറോണ കൊണ്ടുപോയി. കൊറോണ കാരണം ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമായിട്ട് നടത്തിയിരുന്നായിരുന്നു കേട്ടോ. അല്ലുട്ടനെ അവിടെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. അല്ലുട്ടനന്ന് ഭയങ്കര എന്താ പറയുക, ഫുള്ള് കളി. ഇവളെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ കൂടിയാണ്. ഇവളെ ചുറ്റിപ്പറ്റി തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അല്ലുട്ടൻ. തുമ്പിമോളെ നോക്ക്. ഞാൻ എല്ലാവരും തെറ്റിയിട്ടോ. എൻ്റെ ദൈവമേ, ഞങ്ങളെ ക്യാമറമാൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കറക്റ്റ് ടൈമിന് നൂലുകെട്ടിന് കറക്റ്റ് ടൈമിന് തന്നെ ഒന്നും കിട്ടിയില്ല. ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞതാട്ടോ. പിന്നെ അമ്മ അത് അവിടെ ഉണ്ട്. അമ്മ ക്യാമറയുടെ മുമ്പിലൊക്കെ വരാൻ മടിച്ച് പിന്നോട്ട് നിന്നതായിരുന്നു. അറിയാലോ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കും എൻ്റെ അമ്മ അത്രയും സ്ട്രോങ് ആയിരുന്നു എന്ന്. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എൻ്റെ എന്ത് കാര്യത്തിനും. അപ്പോൾ അച്ഛൻ മരിച്ചൊരു സമയമാണെങ്കിൽ കൂടിയും എല്ലാത്തിനും എൻ്റെ കൂടെ വന്ന് നിന്നുണ്ട്. അമ്മ അങ്ങനെ നിന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ അവിടെ തീർന്നേനെ. കാരണം എനിക്ക് പിന്നെ എങ്ങനെ പൊങ്ങണം എന്നറിയാത്തൊരവസ്ഥ ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലൂടെ പോകുമായിരുന്നു. പക്ഷേ അമ്മ എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ പിന്നിലുണ്ടോണ്ട് മാത്രമാണ് ഞാൻ പിന്നെയും എങ്ങനെയൊക്കെയോ ഒന്ന് മുന്നോട്ടേക്ക് വന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഗർഭിണീനെ പോലെ തന്നെ ഉണ്ടല്ലേ. എൻ്റെ വയറൊന്നും തീരെ താന്നിയില്ല. സിസേറിയനാണല്ലോ, പിന്നെ കെട്ടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തുമ്പിപ്പെണ്ണിനോട് അച്ഛൻ എന്തൊക്കെയോ കഥ പറയാട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത്. അല്ലുട്ടനും അടുത്ത് തന്നെ പോയിരിക്കുന്നുണ്ട്. അല്ലുട്ടൻ അങ്ങനെയാണ് കേട്ടോ. തുമ്പീനെ ആരെങ്കിലും എടുത്താൽ പിന്നെ സ്നേഹം കുറച്ച് കൂടുതൽ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ചെറിയൊരു ചടങ്ങ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കി കേട്ടോ. കുഞ്ഞൊരു ബ്ലൂ ഉടുപ്പിലായിരുന്നു അന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചതെന്ന് തോന്നിട്ടോ. ഈ ഒരു ബെഡ് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ബെഡ്. പക്ഷേ നമ്മളത് മാക്സിമം അപ്പോൾ യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരം ഇരുത്താമെന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷേ അത് വെറുതെയാണ്. ആ ഒരു ടൈമിലേക്ക് യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. പിന്നെ ആരൊക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തുമ്പിമോളുടെ കണ്ണിനൊരു സൈഡിൽ നല്ല ഒരു തടിപ്പുണ്ടായിരുന്നല്ലോ, കണ്ണിനും മൂക്കിൻ്റെ ആ ഒരു സെൻറ്ററിൽ. അപ്പം അതെങ്ങനെയാണ് മാറിയെന്ന്, അത് തന്നെ മാറിയതാട്ടോ. ഒരു 6 months ആയിട്ടും അത് മാറിയില്ല എങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് തന്നെയാണ്. ഇവിടുന്ന് നല്ല വലുതായിരുന്നു. എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ ഇതെന്താ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ. നമ്മളിപ്പോൾ എത്ര നോളജുള്ള ആളാണ്. അപ്പോൾ ഞാനൊരു ഡോക്ടറാണ്, പക്ഷേ എന്നാൽ പോലും നമ്മളെ കുട്ടിക്ക് വരുമ്പോൾ ഒരു ടെൻഷൻ കൂടുതലാണല്ലോ. അപ്പോൾ തുമ്പിമോക്ക് അങ്ങനെ വന്നപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു അത് ഒഴിഞ്ഞാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒഴിഞ്ഞാണ് അത് മാറ്റിയത് കേട്ടോ. അല്ലാതെ വേറെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും എടുക്കേണ്ടി വന്നില്ല. പക്ഷേ നമ്മൾ ആദ്യം കാണുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ട് ആ സൈഡിൽ കണ്ണ് കണ്ടില്ലേ, കണ്ണിൻ്റെ ആ ഒരു അറ്റത്ത് ഭയങ്കര വലിയൊരു ബൾജിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ ആ സമയത്ത് എടുത്തു കേട്ടോ. അത് കുറേ മുമ്പുള്ളതാണ്, എന്നാൽ പോലും ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ, എല്ലാം മെമ്മറീസ് അല്ലേ. അപ്പോൾ ഒന്നും മിസ്സാകണ്ട വെച്ചിട്ടാണ് എല്ലാം ഇതിലെടുത്തിടുന്നത്. കാരണം ഞാനിങ്ങനെ പ്രീവിയസ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾ ചിന്തിക്കുമോ അന്ന് ശരിക്കും ഞങ്ങൾ ഹാപ്പി ആയിട്ടുള്ളൊരു സമയമായിരുന്നു എങ്കിൽ ഇതൊക്കെ എങ്ങനെ ആഘോഷിച്ചേനെ, അല്ലെ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്തതിന് എത്രത്തോളം ഹാപ്പി ആയേനെന്ന്. പക്ഷേ ഞങ്ങളെ സിറ്റുവേഷൻ അതായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ളൂ. എന്നാൽ പോലും എന്താണ്
ഉള്ളത് ഞാൻ നിങ്ങളെ കാണിക്കുന്നു. ഇത് അല്ലൂട്ടനാണെങ്കിലും തുമ്പിക്കാണെങ്കിലും എപ്പോഴും ഒരു ഓർമ്മയാണല്ലോ, നല്ലൊരു ഓർമ്മയായിട്ട് അതവിടെ കിടക്കട്ടെ. അതുകൊണ്ട് എല്ലാം ഇവിടെ ഷെയർ ചെയ്യണം കേട്ടോ. അങ്ങനെ എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടത്. കണ്ടിട്ട് 56 അന്ന് രാവിലെ തന്നെ എണീറ്റ് തുമ്പിമോളെ കുളിപ്പിക്കുക, അതൊക്കെയാണ് അപ്പോഴത്തെ വലിയൊരു പരിപാടി അല്ലേ, കുഞ്ഞുങ്ങൾ അമ്മമാർക്ക് അറിയാൻ പറ്റും. സോ തുമ്പിമോളെ രാവിലെ തന്നെ കുളിപ്പിച്ച് അവളെ ഒരുക്കി അങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷഡ്ഡി ഇടിയിപ്പിച്ച് കൊടുത്തു. ഉടുപ്പ് ഇതാണ്, അടിപൊളിയായിരുന്നു. മാജിക് സ്റ്റഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് പിന്നെ ഞാൻ വലിപ്പം കൂട്ടി പിന്നെ അവൾക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഷൂവും ഒക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരേ കളർ ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ സെറ്റുമുണ്ടും അതേ കളർ ബ്ലൗസുമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലോട്ടനും ഒരു കുർത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റെഡി ആവുകയാണ് കേട്ടോ. അന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള റെഡി ആവലാണ്. വളരെ ചുരുക്കമായിട്ടാണ് കേട്ടോ ഇതും കഴിച്ചത്. അവിടുന്ന് ചെറിയമ്മയും ചേച്ചിയും മോളും ആണ് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നത്. അവർ ഭക്ഷണം കഴിക്കുകയാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പേരും കൂടെ ആയിട്ട് അവിടേക്ക് പോകും. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു പരിപാടിക്ക് എല്ലാവരും ചീത്ത കേൾക്കാതെ നേരത്തെ റെഡിയായി നിൽക്കുന്നത് കേട്ടോ. കാരണം അങ്ങനെ ഒരുങ്ങാനൊന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ നേരത്തെ റെഡിയായി നിന്നത് ഈ ഒരു പരിപാടിക്ക് തന്നെയാണ്. അങ്ങനെ തുമ്പി ഇവിടുന്ന് വലിയ അലമ്പൊന്നും കാണിച്ചില്ല. ഇനി അവിടെ ചെന്ന് എന്താണെന്നുള്ള അറിയില്ല. അങ്ങനെ അപ്പോൾ അല്ലൂട്ട് എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവരും കൂടെ വരണം. അമ്മ ആകെ ഡെസ്പാണ് കേട്ടോ. കാരണം അമ്മ ആക്ച്വലി മക്കളുള്ളതുകൊണ്ടാണ് അങ്ങനെ പിടിച്ച് നിന്നിട്ടുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയെന്ന് പറയുമ്പോൾ അമ്മ ഭയങ്കര സെൻറ്റിയായിരുന്നു. ആക്ച്വലി ഞങ്ങളവസ്ഥ പറഞ്ഞാൽ സന്തോഷിക്കാനും സങ്കടപ്പെടാനും പറ്റാത്ത അവസ്ഥയാണ്. സങ്കടം എന്ന് വെച്ചാൽ അച്ഛൻ പോയി, അച്ഛൻ കൂടല്ല. നമുക്ക് നോർമലായിട്ട് തന്നെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്ര ഹാപ്പി ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ പോലും നമുക്കൊരു സങ്കടം ഉണ്ടാവും. വീട്ടിൽ നിന്ന് വിട്ടു മാറുന്നതിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നതിൻ്റെ ആ സമയത്തുള്ളൊരു സങ്കടം, വല്ലാത്തൊരു സങ്കടം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അല്ലൂട്ടനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എനിക്ക് അറിയില്ല എന്തിനാണ് ഞാൻ അത്രയും കരഞ്ഞത്, അല്ലെങ്കിൽ പോകുമ്പോൾ ഭയങ്കര സങ്കടപ്പെട്ടിട്ടാണ് പോയത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങളത് ആലോചിച്ച് നോക്കിയേ. ഞാനും മക്കളും കൂടെ ഇവിടെ നിന്ന് പോയ വീടാകെ ഉറങ്ങിയ ഒരു മട്ടാവും. ആൻഡ് അമ്മേൻ്റെ അവസ്ഥയൊക്കെ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ നോർമലി ഉള്ള സങ്കടവും അതിൻ്റെ കൂടെ
ഈ ഒരു അവസ്ഥയും കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താ പറയുക, എനിക്ക് മനസ്സിലൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ ഓരോ സ്ഥലവും കുറേ ദിവസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്തോ മനസ്സൊക്കെ വല്ലാത്ത വിങ്ങി ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടല്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ അന്ന് കടന്നു പോയത്. സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഏട്ടന് നാട്ടിലില്ലല്ലോ, അതുലാണ് വണ്ടിയും കൊണ്ട് ഓരേയും കൂട്ടി ഇങ്ങോട്ട് വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവാണ്. അവിടെ ഏട്ടൻ്റെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തി. അവിടെയും വലിയ പരിപാടിയൊന്നുമില്ലായിരുന്നു, വളരെ ചുരുങ്ങിയൊരു പരിപാടിയായിരുന്നു. അല്ലൂട്ടൻ അവിടെ എത്തിയ അവിടെ തന്നെ അച്ചച്ചൻ്റെ മേലെ ഓടിക്കയറിയിട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തൊരു പന്തൽ പോലെ ഇട്ടുണ്ടെന്നല്ലാതെ വേറെ വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചിമാരും അങ്ങനെ നമ്മളെ ക്ലോസ് റിലേറ്റീവ്സ് മാത്രമുള്ള ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ തുമ്പിമോളെ ഞാനെടുത്ത് വീട്ടിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യണ വേറൊന്നുമല്ല. ഉഷമ്മയ്ക്ക് എത്രയായാലും കുറേ കഴിയുമ്പോൾ ഡൗട്ട് ആയിരിക്കും, ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഫുൾ കോമഡി ആയി. ഞങ്ങൾ കല്യാണം തൊട്ട് തുടങ്ങിയത്, അതുവരെ അമ്മയ്ക്ക് മാറിയില്ല കേട്ടോ. അപ്പം അമ്മ നോക്കുക, ആദ്യം ആരെ തുഴിയാണോ അല്ലെങ്കിൽ പിന്നെ നിലവിളക്കൊണ്ടാണോ എന്നൊക്കെ അച്ഛനോട് ഇങ്ങനെ ചോദിക്കുക, ഡൗട്ട് ചോദിക്കുകയാണ്. പുതിയൊന്ന് ഓർമ്മിപ്പിക്കല്ലേ. അമ്മാന്റെ പുറത്ത്
ഞാനിങ്ങനെ എല്ലാവരോടും പറയുന്ന ആലോചിച്ചിട്ടാ പേര് പറയുന്നത് പാർട്ടി. തുടങ്ങി കുറച്ച് ഞാൻ കുത്തി കഴിയണ്ട ഇല്ലല്ലപ്പാ നമുക്ക് തുമ്പിയേ എന്താണ് ബാബേ പുതിയ സ്ഥലമൊക്കെ ആയതുകൊണ്ടിരിക്കും ആൾ കുറച്ച് പിന്നെ വയലൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പിന്നെ എന്താ പറയുക ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞപ്പോഴാണ് ആളൊന്ന് ഉഷാറായത്. എനിക്ക് ഈ റോഡ് കാണുമ്പോൾ വണ്ടിയിൽ
ഇതൊക്കെയായിരുന്നു തുമ്പിയുടെ 56ൻ്റെ വിശേഷങ്ങൾ കേട്ടോ. കുഞ്ഞൊരു പ്രോഗ്രാമായിരുന്നു. എന്നാൽ പോലും ഇനി എന്താണെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ യൂട്യൂബേഴ്സിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മളത് എടുത്ത് നോക്കുമ്പോൾ അയ്യോ അല്ലുട്ടൻ്റെയൊക്കെ പഴയ ചെറുപ്പത്തിൽ വീഡിയോ ഒക്കെ എടുത്തു നോക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും സന്തോഷം. അയ്യോ അല്ലുട്ട എങ്ങനെയായിരുന്നില്ലേ, അല്ലുട്ട എങ്ങനെ പറയായിരുന്നില്ലേ, അയ്യോ അന്ന് ഇത്ര തടി ഉണ്ടായിരുന്നില്ലേ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് റിക്ലക്ട് ചെയ്യാൻ പറ്റും. സോ അതുപോലെ തന്നെ ഇതും ആലോചിച്ചിട്ടുള്ളൂ. അതായത് തുമ്പീൻ്റെ ഓരോ ഇവൻസും ഒന്നും നഷ്ടപ്പെടാണ്ട് ഇങ്ങനെ നിൽക്കട്ടെ. അതുകൊണ്ടാണ് ബർത്ത് വ്ളോഗൊക്കെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇനി തുമ്പീൻ്റെ ചോറൂടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആരൊക്കെ കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സാരീൻ്റെ കളക്ഷൻസ്, ഡ്രസ് കളക്ഷൻസ്, ജ്വല്ലറീസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടാറ്റാ ബേബി, സീ യു അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.